ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. സംഖ്യാപുസ്തകം 32 അധ്യായം 23 വാക്യം. നിങ്ങളുടെ പാപത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കും. നീ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം നീ അനുഭവിക്കേണ്ടി വരും. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. നിൻ്റെ പാപം നിന്നെ കണ്ടെത്തുമെന്നുള്ളത് സുനിശ്ചിതമാണ്. നിങ്ങളുടെ പാപത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കുമെന്ന് മലയാള വേദപുസ്തകത്തിൽ കാണുന്ന വാക്യം ഇംഗ്ലീഷ് ബൈബിളിൽ ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് എന്നാണ് നാം കാണുന്നത്. നിശ്ചയമായും നിൻ്റെ പാപം നിന്നെ കണ്ടെത്തും. പുതിയ നിയമത്തിൽ ഗലാത്യ ലേഖനം 6 അധ്യായം 7 വാക്യം ഈ ആശയം തന്നെ ശക്തമായി പറയുകയാണ്. ആസ് യു സോ യു റീപ്പ്. നീ വിതയ്ക്കുന്നത് നീ കൊയ്യും. വിതച്ചാൽ അത് തന്നെ കൊയ്യും. വിതച്ചാൽ അതിലേറെ കൊയ്യും. വിതച്ചാൽ പല നാളുകൾക്ക് ശേഷം കൊയ്യും. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. പാപം ഭയാനകമാണ്.
പാപം വിഷമാണ്, പാപം നാശകരമാണ്, പാപം ശാപകരമാണ്, പാപം സമാധാനം നശിപ്പിക്കുന്നതാണ്. പാപം മനുഷ്യ ഹൃദയങ്ങളിൽ സ്വസ്ഥത നശിപ്പിച്ച് കളയുന്നതാണ്. പാപം മനുഷ്യ ജീവിതത്തെ മുടിച്ചു കളയുന്നതാണ്. പാപം പൈശാചികൻ്റെ അവകാശമാണ്, പൈശാചികൻ്റെ വകയാണ്, സാത്താൻ്റെ ബന്ധനത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ്. നമ്മെ പാപം കെട്ടിയിടുന്നു, നമ്മെ ബന്ധിക്കുന്നു, നമ്മെ കാരാഗ്രഹത്തിലാക്കുന്നു പൈശാചികൻ്റെ ജയിലറയിൽ. പാപം ഭയാനകമാണ്. മനുഷ്യ ജീവിതത്തിൽ പാപം വരുന്നതിന് കാരണമായി തീർന്നത് സാത്താന്യ ശക്തിയുടെ സ്വാധീനമാണ്. സാത്താൻ അവൻ്റെ ആദിമകാലങ്ങൾ അവൻ ദൈവത്തിൻ്റെ തേജസ്സുള്ള മഹത്വമേറിയ സന്നിധാനത്തിൽ തേജോമയനായ ദൈവത്തെ ആരാധിക്കുന്ന ദൂതവൃന്ദങ്ങളിൽ മുമ്പനായി കഴിഞ്ഞിരുന്നവനായിരുന്നു. അവനെക്കുറിച്ച് യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 28-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. സാത്താൻ്റെ ആ ഭയാനകമായ വീഴ്ചയുടെ ഗൗരവമായ ആഘാതം എന്ത് എന്ന്. 28-ാം അധ്യായം യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 14-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നാം ഇങ്ങനെയാണ് കാണുന്നത്. നീ ചിറക് വിടർത്ത് മറയ്ക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്കൽ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിന്റെ വ്യാപാരത്തിൻ്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. നീ പാപം ചെയ്തു, അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധൻ എന്ന് എണ്ണി ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. മറയ്ക്കുന്ന കരൂപേ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ നിന്ന് മുടിച്ചു കളഞ്ഞു. നിന്റെ സൗന്ദര്യം നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു. നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു. രാജാക്കന്മാർ നിന്നെ കണ്ട് രസിക്കത്തക്കവണ്ണം നിന്നെ അവരുടെ മുമ്പിൽ ഇട്ട് കളഞ്ഞു. നിന്റെ അകൃത്യ ബാഹുല്യം കൊണ്ടും നിന്റെ വ്യാപാരത്തിൻ്റെ നീതികേട് കൊണ്ടും നീ നിന്റെ വിശുദ്ധ മന്ദിരങ്ങളെ അശുദ്ധമാക്കി. അതുകൊണ്ട് ഞാൻ നിന്റെ നടുവിൽ നിന്ന് ഒരു തീ പുറപ്പെടുവിക്കും, അത് നിന്നെ ദഹിപ്പിച്ചു കളയും. സാത്താന് വന്നതായ വിനാശത്തിൻ്റെ ആരംഭത്തെയാണ് പ്രവാചകൻ ഈ തിരുവചന വാക്കുകളിൽ കൂടെ നമ്മെ ഗ്രഹിപ്പിക്കുന്നത്. അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്ന തേജോമയമായ മറയ്ക്കുന്ന കെരൂബായിരുന്ന മാലാഖമാരുടെ വൃന്ദങ്ങളിൽ ഏറ്റവും ഔന്നത്യം പ്രാപിച്ചിരുന്ന മഹത്വമാർന്ന പദവിയിൽ നിന്ന് പാപത്തിൻ്റെ ഭയാനകമായ സ്വാധീനം മൂലം സാത്താൻ തള്ളപ്പെട്ടു എന്നാണ് യെഹെസ്കേൽ ഈ ഭാഗത്ത് നമ്മെ ധരിപ്പിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ ഇക്കാര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവാചകൻ്റെ വാക്കുകളിൽ കൂടെ പിന്നെയും വിവരിച്ചു തരുന്നു. യെശയ്യാ 14-ന്റെ 12-ാം വാക്യം മുതൽ, അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. ഞാൻ അത്യുന്നതനോട് സമനാകുമെന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. എന്നാൽ നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിൻ്റെ അടിയിലേക്ക് തന്നെ വീഴും. നിന്നെ കാണുന്നവർ നിന്നെ ഉറ്റുനോക്കി ഭൂമിയെ നടുക്കുകയും രാജ്യങ്ങളെ കുലുക്കുകയും ഭൂതലത്തെ മരുഭൂമി പോലെ ആക്കുകയും അതിലെ പട്ടണങ്ങൾ ഇടിച്ചു കളയുകയും തൻ്റെ ബദ്ധന്മാരെ വീട്ടിലേക്ക് അഴിച്ചുവിടാതിരിക്കുകയും ചെയ്തവൻ ഇവനല്ലയോ എന്ന് നിരൂപിക്കും. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സാത്താൻ്റെ പതനത്തെക്കുറിച്ച്, സാത്താൻ്റെ അധസ്ഥിത അവസ്ഥയെക്കുറിച്ച്, അവൻ്റെ അധപ്പതനത്തെക്കുറിച്ച് വ്യക്തമായി ഇവിടെ പറയുകയാണ്. ദൈവത്തോട് സമനാകുമെന്ന് മത്സരിച്ച ആ ദൂതവൃന്ദങ്ങളുടെ തലവൻ, അവൻ ഏറ്റവും അഗാധ കോപത്തിലേക്ക് തള്ളപ്പെടുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യനെ നശിപ്പിക്കുവാൻ വന്ന സാത്താൻ്റെ വിജയമാണ് വർണ്ണിക്കുന്നതെങ്കിൽ, ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ
ഭയാനകമായ സ്വാധീനം ചെലുത്തിയ പൈശാചികൻ എന്ന സാത്താൻ തകരുകയും നിത്യയാതനയുടെ തീപ്പൊയ്കയിലേക്ക് എന്നേക്കുമായി തള്ളപ്പെടുകയും ചെയ്യുന്നതിനെയാണ് കാണിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം സാത്താൻ്റെ വിജയം, വെളിപ്പാട് പുസ്തകം സാത്താൻ്റെ പരാജയം. ഉൽപ്പത്തി പുസ്തകം ഏദൻ തോട്ടത്തിൽ നിന്ന് മനുഷ്യൻ സങ്കടത്തോടെ ഇറങ്ങിപ്പോകുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ മനുഷ്യൻ ഏദൻ പ്രദീസായിലേക്ക് സന്തോഷ തിമിർപ്പോടെ മടങ്ങി വരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യൻ പാപിയായി തീരുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ പാപം മാറിയ മനുഷ്യൻ ദൈവ സാന്നിധ്യത്തിലേക്ക് വീണ്ടും യഥാസ്ഥാനപ്പെടുന്നു, ചേർക്കപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകം മനുഷ്യൻ്റെ വീഴ്ചയുടെ ചരിത്രം വിവരിക്കുന്നു. വെളിപ്പാട് പുസ്തകം മനുഷ്യൻ്റെ തിരിച്ചുവരവിൻ്റെ ചരിത്രം രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ വീഴ്ചയ്ക്ക് കാരണക്കാരൻ സാത്താനാണ്, പൈശാചികനാണ്, ദ ഈവിൾ ഫോഴ്സ്. ഈ പൈശാചിക ശക്തി ദൈവത്തിന് തൃത്വമുള്ളതുപോലെ സാത്താനുമുണ്ട് തൃത്വം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് ദൈവത്തിന് തൃത്വമുള്ളതുപോലെ സാത്താൻ എതിർ ക്രിസ്തു അല്ലെങ്കിൽ ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുന്ന അന്തിക്രിസ്തു, കള്ളപ്രവാചകൻ എന്ന് സാത്താനുമുണ്ട് തൃത്വം. സാത്താൻ എന്നും ദൈവത്തോട് മത്സരിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. ദൈവത്തോട് മത്സരിച്ച് ദൈവത്തെ തോൽപ്പിക്കാൻ സാത്താൻ കണ്ട മാർഗം ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെ നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ദൈവത്തിൻ്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോടുകൂടി ആയിരുന്നു എന്ന് ഏറ്റവും ആദ്യത്തെ പുസ്തകമായ വേദപുസ്തകത്തിൽ ആദ്യത്തെ പുസ്തകമായി ചേർത്തിട്ടില്ലെങ്കിലും എഴുതിയ കണക്കിന് ആദ്യത്തെ പുസ്തകമായ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോടുകൂടി ആയിരുന്നു. സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ ജ്ഞാനിയായ ശലോമോൻ അതുതന്നെ പറയുന്നുണ്ട്. ദൈവം മനുഷ്യൻ്റെ സാന്നിധ്യത്തിലും മനുഷ്യൻ്റെ സംസർഗത്തിലും പ്രമോദിച്ചിരുന്നു എന്ന്. ദൈവത്തിൻ്റെ പ്രമോദം മാറണമെങ്കിൽ ഈ മനുഷ്യനിൽ നിന്ന് ദൈവത്തിൻ്റെ സ്നേഹം മാറണം. ദൈവം മനുഷ്യനെ വിട്ടുമാറണം, അഥവാ മനുഷ്യൻ പുറന്തള്ളപ്പെടണം. അതിനുവേണ്ടി സാത്താൻ ഏദൻ തോട്ടത്തിലേക്ക് കടന്നു ചെന്നു. സമൃദ്ധമായ ഐശ്വര്യ സമ്പൂർണമായ സുരഭില സുഗന്ധം മുറ്റിയ ഏദൻ തോട്ടത്തിൻ്റെ സൗഭാഗ്യ ശ്രേയസ്സിലേക്ക് പൈശാചികൻ കടന്നു ചെന്നു. ഏദൻ തോട്ടത്തിലെ സ്നേഹോഷ്മളമായ അന്തരീക്ഷത്തെ കലക്കുവാൻ പിശാച് കടന്നു ചെന്നു. ഇന്നും അങ്ങനെയാണ്. സ്നേഹമുള്ളിടത്ത് വൈരാഗ്യം ജനിപ്പിക്കുന്നത് സാത്താനാണ്. ഐക്യമുള്ളിടത്ത് ഭിന്നത ഉളവാക്കുന്നത് സാത്താനാണ്. സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും സമാധാനവും തിങ്ങുന്ന കുടുംബങ്ങൾ മുടിക്കുന്നത് സാത്താനാണ്. കർത്താവായ യേശു യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറഞ്ഞു. 10-ാം അധ്യായം 9 എന്നുള്ളതായ വാക്യം വായിക്കുമ്പോൾ കാണാം, അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനുമല്ലോ പൈശാചികൻ വരുന്നത് എന്ന്. കള്ളനായ സാത്താൻ വരുന്നത്, ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമായ പിശാച് വരുന്നത്, നുണ പറയുന്നവനും അതിൻ്റെ അപ്പനുമായ പിശാച് വരുന്നത്, അത് മനുഷ്യനെ മുടിക്കാനാണ്, മനുഷ്യനിൽ നിന്ന് അപഹരിച്ചെടുക്കാനാണ്, മനുഷ്യനെ നശിപ്പിക്കാനാണ്, അറുത്ത് മുടിച്ച് കൊന്ന് നശിപ്പിച്ച് കളയുവാനാണ്. അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനുമല്ലോ ശത്രു വരുന്നത്. ഏദൻ തോട്ടത്തിൽ ചെന്ന് മനുഷ്യനെ പാപത്തിലേക്ക് ഈ സാത്താൻ വലിച്ചിഴച്ചു. പാമ്പ് ഏദൻ തോട്ടത്തിലേക്ക് കടന്നു ചെന്നു. ആ പഴയ പാമ്പ് എന്ന് വേദപുസ്തകത്തിൽ പല ഭാഗങ്ങളിലും കാണുന്ന നാം മഹാസർപ്പമെന്ന് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ കാണുന്ന ഭയാനകനായ ആ ഭീകരനായ ശത്രുവായ പൈശാചികൻ സാത്താൻ ഏദൻ തോട്ടത്തിൻ്റെ സന്തോഷ തികവിലേക്ക് കടന്നു ചെന്നു. സ്ത്രീ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഹൗവ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഏകയായിരുന്ന ആ സമയത്ത് സാത്താൻ ചെന്നു. അവൻ പ്രലോഭനങ്ങളുടെ വാക്കുകൾ ധാരാളം തൂകി പാകി കൊടുത്തു. ഹൗവായുടെ ഹൃദയത്തിലേക്ക് ഇതാ പ്രലോഭനത്തിൻ്റെ വാക്കുകൾ സാത്താൻ നൽകുകയാണ്. ആദ്യം അഭിനന്ദന രൂപത്തിലാണ് അവൻ പറയുന്നത്, അനുമോദിച്ചുകൊണ്ടാണ് പറയുന്നത്. ഐശ്വര്യത്തികവിൽ ആനന്ദിച്ചരുളുന്ന മനുഷ്യൻ്റെ ശ്രേയസ്സിനെ നോക്കിക്കൊണ്ട് അഭിനന്ദിച്ച് പറയുകയാണ്, നിങ്ങളെന്ത് ഭാഗ്യശാലികൾ, ഈ തോട്ടമെല്ലാം നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുകയാണോ? ഇതെല്ലാം എന്ത് മനോഹരമായ തോട്ടം, എന്ത് പുഷ്പഫല സമൃദ്ധമായ തോട്ടം, എന്ത് നല്ല ഉദ്യാനം, പൂക്കൾ, ലതകൾ, സസ്യങ്ങൾ, മരങ്ങൾ, എന്തെന്ത് പ്രകൃതി വിഭവങ്ങൾ എല്ലാം തികഞ്ഞ ഈ തോട്ടം നിങ്ങളുടേതാണോ? ഹൗവായ്ക്ക് സന്തോഷം കൊണ്ട് വീർപ്പുമുട്ടി. അവൾ അഭിമാനത്തോടെ പറഞ്ഞു, അതെ, ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് തന്നതാണ്, ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് തന്നതാണ്. ഓഹോ, ഇത് മുഴുവൻ നിങ്ങൾക്ക് അനുഭവിക്കാമോ?
മുഴുവനും. പിന്നല്ലാതെ ഞങ്ങൾക്കെല്ലാം ഇനി ആർക്കാ? ഞങ്ങൾക്ക് തന്നെ ദൈവം തന്നതാണ്. സാത്താൻ പിന്നെയും ചോദിച്ചു, ഇത് മുഴുവനും ഇക്കാണുന്ന ഫലമൂലാദികൾ, ഫലവൃക്ഷങ്ങൾ, ഇക്കാണുന്ന പുഷ്പലതാ സസ്യ പടർപ്പുകൾ എല്ലാം നിങ്ങൾക്കോ? ആണെന്നേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവം തന്നതല്ലേ. അല്ല, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ, മുഴുവനും നിങ്ങൾക്കാകാമോ? സാത്താൻ്റെ കെണി ഹൗവയ്ക്ക് മനസ്സിലായില്ല. പുരുഷൻ വീട്ടിലില്ലാത്തപ്പോൾ ഒരന്യൻ കടന്നു വന്നത് അല്പം ശ്രദ്ധയോടും ജാഗ്രതയോടും അല്പം സൂക്ഷ്മതയോടും കൂടി ഹൗവ നോക്കേണ്ടതായിരുന്നു. സ്ത്രീ ഒറ്റയ്ക്കല്ലേ, പുരുഷൻ വീട്ടിലില്ല, ഒരന്യനൊരുവൻ, ഒരപരിചിതൻ വീട്ടിലേക്ക് കടന്നു വരുന്നു. അവൾ ബുദ്ധിപൂർവം, അവൾ വിവേകപൂർവം, പരിജ്ഞാനത്തോടെ അവൾ പെരുമാറേണ്ടതായിരുന്നു. ഒരന്യൻ വന്നു, ഒരപരിചിതൻ വന്നു, പതിവില്ലാത്തൊരാൾ വന്നു. ആ ആളോട് അവളൊരു വാക്ക് പറഞ്ഞാൽ മതി, സോറി, പുരുഷൻ ഇവിടെ ഇല്ലല്ലോ, ഇവിടെ അദ്ദേഹം ഇവിടെ ഇല്ല, പിന്നെ കാണാം. ഒരു വാക്ക് പറഞ്ഞാൽ മതി, പ്രശ്നം ഒഴിവാക്കാമായിരുന്നു. പക്ഷേ ഹൗവ അതിന് തയ്യാറായില്ല. വിവേകം വികാരത്തിന് കീഴ്പ്പെട്ടു പോയി. വികാരം വിവേകത്തെ കീഴ്പ്പെടുത്തി കളഞ്ഞു. ഹൗവ സംസാരം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് തന്നതാണ്, എല്ലാ ഫലങ്ങളും ഞങ്ങൾക്ക് ഭക്ഷിക്കാം, പക്ഷേ ആ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നന്മകളുടെ അറിവിൻ്റെ വൃക്ഷം ഇല്ലേ, അതിൻ്റെ ഫലം മാത്രം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. തിന്നാൽ എന്താണ്? അതുകൊണ്ട് എന്താ ദോഷം? ഉടനെ ഹൗവ പറഞ്ഞു, അയ്യോ, ആ കാര്യം മിണ്ടല്ലേ, അത് തിന്നാൽ ഞങ്ങൾ മരിക്കും എന്നാണ് ദൈവം പറഞ്ഞത്. തിന്നുന്ന നാളിൽ മരിക്കും, തിന്നാൽ മരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അത് തൊടുക പോലും ചെയ്യരുത് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ദൈവം അങ്ങനെ പറഞ്ഞിട്ടില്ല, തുടരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഹൗവായുടെ തീഷ്ണത, ആ വലിയ വ്യഗ്രത, അതാണ് പറഞ്ഞത് തൊടുക പോലും ചെയ്യരുത് എന്ന്. പാമ്പ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കൊള്ളാം, ദൈവത്തിനറിയേതോ നിങ്ങളത് തിന്നാൽ ദൈവത്തെ പോലെയാകുമെന്ന്. എന്തൊരു കെണിയാണത്! ദൈവത്തെ കുറ്റവാളിയാക്കുകയാണ്. ദൈവത്തിന് അസൂയയുണ്ടെന്ന്, ഇവർ ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവം അറിയുന്നു എന്ന്. നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞ് നിർത്തുകയല്ല, നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവം അറിയുന്നു എന്നാണ് സാത്താൻ പറയുന്നത്. കെണി വയ്ക്കുകയാണ്, തന്ത്രം. വളരെ കൗശലപൂർവം ഉപായത്തോടെ ആ സാത്താൻ്റെ വാക്കുകളിൽ കൂടെ വിഷം പകരുകയാണ്. പ്രിയപ്പെട്ടവരെ, നല്ലതെന്ന് തോന്നാവുന്ന വാക്കുകൾ, വിഷം പുരട്ടിയ വാക്കുകൾ സാത്താൻ പ്രയോഗിക്കുകയാണ്. ഹൗവ അങ്ങോട്ട് നോക്കി. പഴം തിന്മാൻ നല്ലത്, കാൺമാൻ ഭംഗിയുള്ളത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം. കൺമോഹം ഹൗവയെ കീഴ്പ്പെടുത്തി, ജഡമോഹം ഹൗവയെ കീഴ്പ്പെടുത്തി, പ്രതാപമോഹം അല്ലെങ്കിൽ ജീവനത്തിൻ്റെ പ്രതാപം ഹൗവയെ കീഴ്പ്പെടുത്തി. കാൺമാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ലതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് ഹൗവ കണ്ടുവെന്ന് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നാം കാണുന്നു. പ്രിയപ്പെട്ടവരെ, പാപം അരിച്ചരിച്ച് വരികയാണ്. പാപം കൗശലപൂർവ്വം നമ്മെ കീഴ്പ്പെടുത്തുകയാണ്. മനുഷ്യനെ ഒരൊറ്റ നിമിഷം കൊണ്ട് കീഴ്പ്പെടുത്തുകയല്ല, പയ്യെ പയ്യെ ഒന്നൊന്നായി ഇഞ്ചിഞ്ചായി മനുഷ്യനെ പാപത്തിൻ്റെ ഭീകരമായ കുടുക്കിലും കെണിയിലും ഇതാ പിശാച് കുരുക്കിടുകയാണ്, അവൻ ബന്ധിക്കുകയാണ്. സാത്താൻ പിന്നെ അധികം താമസിച്ചില്ല. ഹൗവായുടെ നാവിൽ നനവൂറുന്നത് സാത്താൻ കണ്ടു, അവൾ കൊതിക്കുന്നത് സാത്താൻ കണ്ടു. കാൺമാൻ ഭംഗിയുള്ളതെന്നും തിന്മാൻ നല്ലതെന്നും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്നും ഹൗവായ്ക്ക് ഒരു പ്രലോഭനം കൊടുത്തത് അത് യേശി എന്ന് സാത്താൻ മനസ്സിലായി. ഇതാ ആ പഴം അവൻ പറിച്ചു കൊണ്ടുവന്നു. നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം കൊണ്ടുവന്ന് ഹൗവായ്ക്ക് കൊടുത്തു. ഹൗവ തിന്നു. ആദാം വന്നപ്പോൾ ആദാമിനും കൊടുത്തു, ആദാമും തിന്നു. പ്രിയപ്പെട്ടവരെ, ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നുവെന്ന് പിൽക്കാലത്ത് അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്ന പ്രകാരം മനുഷ്യൻ തന്മൂലം പാപിയായി തീർന്നു. തലമുറകളായി പാപം കലർന്നു വരികയാണ്. തലമുറകളായി പാപവും ശാപവും വരികയാണ്. സാത്താൻ്റെ ആ കുമാർഗം, അവൻ്റെ കുൽസിതമായ അവൻ്റെ തന്ത്രം മനുഷ്യനെ കെണിയിൽ ആഴ്ത്തുകയും കുരുക്കിലിടുകയും ചെയ്തു. അവനെ പാപത്തിൻ്റെ ചങ്ങലയിൽ കുടുക്കിൽപ്പെടുത്തി. മനുഷ്യൻ പാപിയായി. പാപം വന്നതോടെ മനുഷ്യനിലുണ്ടായിരുന്ന ദൈവ തേജസ്സിൻ്റെ വസ്ത്രം ഉരിഞ്ഞുപോയി, ദൈവശോഭയുടെ വസ്ത്രം ഉരിഞ്ഞുപോയി. മനുഷ്യന് മനസ്സിലായി താൻ നഗ്നനാണെന്ന്. അവൻ നഗ്നനാണെന്നറിഞ്ഞു. അവന് ഭയം വന്നു, അവൻ ഒളിച്ചു. പ്രിയപ്പെട്ടവരെ, ഭയത്തിൻ്റെ ആരംഭം ഏദനിലാണ്. പാപം വന്നപ്പോഴാണ് ഭയം ആരംഭിക്കുന്നത്. ഇന്ന് എവിടെയെല്ലാം ഭയമുണ്ട്. ലോകത്തെമ്പാടും പലതരത്തിലുള്ള ഭയമുണ്ട്. മരണഭീതിയുണ്ട്, യുദ്ധഭീതിയുണ്ട്, ക്ഷാമഭീതിയുണ്ട്, വൈരാഗ്യഭീതിയുണ്ട്.
കൊലപാതക ഭീതിയുണ്ട്, വലിയ നഷ്ടങ്ങളുടെ ഭീതിയുണ്ട്, കഷ്ടങ്ങളുടെ ഭീതിയുണ്ട്, നരക ദുരിതങ്ങളുടെ ഭീതിയുണ്ട്, കഷ്ടനഷ്ടങ്ങളുടെ ഭീതിയുണ്ട്, കെടുതികളും കേടുകളും വരുന്നതിനെക്കുറിച്ചുള്ള ഭീതിയുണ്ട്, അപായ ശങ്കയുണ്ട്, ആപൽ ആശങ്കയുണ്ട്. പലതരത്തിൽ മനുഷ്യ ജീവിതം ഇന്ന് ഭയാകുലമാണ്, ഭയവിഹ്വലമാണ്, ഭയാശങ്കകളുടെ കരിനിഴലിൻ കീഴിലാണ് മനുഷ്യൻ ഇന്ന്. എന്നാൽ സഹോദരങ്ങളെ കേൾക്കൂ, ഭയപ്പെട്ട് ഒളിച്ച മനുഷ്യൻ അവന് അറിഞ്ഞില്ല അവൻ്റെ പാപത്തിൻ്റെ ഭീകരമായ ദൂഷിത ഫലങ്ങൾ തലമുറകളിലേക്ക് പകരുമെന്ന്. ഏദൻ തോട്ടത്തിലാണ് ആദ്യമായി ഈ പ്രശ്നങ്ങളുടെ എല്ലാം ആരംഭം നാം കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം നാം വായിക്കുമ്പോൾ ഏദൻ തോട്ടത്തിൽ ജനസംഖ്യാവർദ്ധനവിൻ്റെ പ്രശ്നം ആരംഭിക്കുന്നത് കാണാം. ഉൽപ്പത്തി 3:16 നാം എങ്ങനെയാണ് കാണുന്നത്? സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. മാത്രമല്ല, ജീവനുള്ള ദൈവം മനുഷ്യനോട് പറഞ്ഞത് ഇങ്ങനെയാണ്. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചിട്ട് അവനോട് പറയുകയാണ്, നീ നിൻ്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. മുള്ളും പറക്കാരയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. നിലത്തു നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പുകളോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. ശാപങ്ങൾ ഏൽക്കുകയാണ്. ഇതാ ജനസംഖ്യാ വർധനവ്, ഗർഭവും കഷ്ടധാരണവും, ക്ഷാമത്തിൻ്റെ പ്രശ്നം, ക്ഷാമം. ഇതാ മുഖത്തെ വിയർപ്പോടെ ഉപജീവനം കഴിക്കും. അധ്വാന ഭാരങ്ങൾ, കഷ്ടപ്പാടുകൾ, വൈരാഗ്യത്തെക്കുറിച്ച് പറയുന്നു. വൈരാഗ്യം ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത്. 15-ാം വാക്യം, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും, അവൻ നിന്റെ കാൽ തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. സഹോദരങ്ങളെ, ശത്രുത്വത്തിൻ്റെ ഭീതി തുടങ്ങുന്നത് ഏതെനിലാണ്, ഭയം തുടങ്ങുന്നത് ഏതെനിലാണ്, ഭീതി തുടങ്ങുന്നത് ഏതെനിലാണ്, ആശങ്കകൾ തുടങ്ങുന്നത് ഏതെനിലാണ്, മരണം തുടങ്ങുന്നത് ഏതെനിലാണ്, ശാപം തുടങ്ങുന്നത് ഏതെനിലാണ്. ഓർക്കൂ, മാത്രമല്ല ശത്രുത്വവും വൈരാഗ്യവും യുദ്ധവും പകയും വിദ്വേഷവും എല്ലാം തുടങ്ങുന്നത് ഏതെനിലാണ്. തീർന്നില്ല, മനുഷ്യൻ്റെ കഷ്ടവും നഷ്ടവും എല്ലാം ഏതെനിൽ തുടങ്ങും. സകല പ്രശ്നങ്ങളുടെയും ആരംഭം ആദ്യ മനുഷ്യൻ പാപം ചെയ്തതോടെ തുടങ്ങി. സഹോദരങ്ങളെ, പാപം മനുഷ്യനെ വിഴുങ്ങാനിടയായി, പാപം മനുഷ്യനെ ഗ്രസിക്കാനിടയായി. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. നിശ്ചയമായും നിന്റെ പാപം നിന്നെ കണ്ടെത്തും. ആസ് യു സോ സോ യു റീപ്പ്. നീ വിതയ്ക്കുന്നത് നീ കൊയ്യും. വിതച്ചാൽ അത് തന്നെ കൊയ്യും. വിതച്ചാൽ അതിലേറെ കൊയ്യും. വിതച്ചാൽ പല നാളുകൾക്ക് ശേഷം കൊയ്യും. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. നിശ്ചയമായും നിന്റെ പാപം നിന്നെ കണ്ടെത്തും. മനുഷ്യൻ പാപം ചെയ്തു. ദൈവം മനുഷ്യൻ്റെ അരികിലേക്ക് വന്നു, അവനെ വിളിച്ചു കൊണ്ടുവന്നു. മനുഷ്യൻ മറഞ്ഞിരിക്കുകയായിരുന്നു. ആദ്യ മനുഷ്യൻ തരുനിരകളുടെ ഇടയിൽ മറഞ്ഞിരിക്കുകയായിരുന്നു. വൃക്ഷങ്ങളുടെ ഇടയിൽ മറഞ്ഞിരുന്ന മനുഷ്യനെ തേടി ദൈവം വന്നു, മനുഷ്യനെ വിളിച്ചു. നീ എവിടെയെന്ന് ചോദിച്ചു. മനുഷ്യൻ പറഞ്ഞു, ഞാൻ നഗ്നനാകൊണ്ട് നിന്നെ ഭയപ്പെട്ടു, ഞാൻ ഒളിച്ചു എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, അവിടെ തുടങ്ങി നീതീകരണം. മനുഷ്യന് അവൻ ചെയ്ത പാപത്തിന് നീതീകരണം കാണുകയാണ്. എന്നോട് കൂടെ ഇരിപ്പാൻ നീ തന്ന സ്ത്രീ എനിക്ക് വൃക്ഷഫലം തന്നു, ഞാൻ തിന്നു. നീതീകരണം. നീതീകരണം എന്ന പാപം സ്വന്തം പാപം കാണാതെ സ്വന്തം പാപം മറ്റുള്ളവരിൽ ആരോപിക്കുന്ന മഹാഭയാനകമായ ഗതിവിഗതികൾ തുടങ്ങുന്നത് ഏതെനിലാണ്. എല്ലാ തിന്മയുടെയും ഉത്ഭവം ഏതെനിലാണ്. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ വിനയപൂർവ്വം നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നീതീകരണം വരുന്നില്ലേ? നിങ്ങൾക്ക് സ്വയം ന്യായീകരണം വരുന്നില്ലേ? നിങ്ങൾ ചെയ്ത തെറ്റിന് മറ്റുള്ളവരിൽ കുറ്റം ആരോപിക്കുന്നില്ലേ? നിങ്ങളുടെ കുടുംബത്തിൽ കലക്കം ഉണ്ടാകുന്നില്ലേ? ഭാര്യയും ഭർത്താവും തമ്മിൽ നീരസപ്പെട്ട് കഴിയുന്നില്ലേ? മാതാപിതാക്കളും മക്കളും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തോടെ പുലരുന്നില്ലേ? ഒരു ബിസിനസ്സിൽ പങ്കാളികളായവർ ശത്രുതയിലാകുന്നില്ലേ? ഒരേ രംഗത്ത് നിന്ന് പ്രവർത്തിക്കുന്നവർ വൈരാഗ്യത്തോടെ പകയും വിദ്വേഷം വെച്ചുകൊണ്ട് തൊഴുത്തിൽ കുത്തും കിടമത്സരവുമായി ഇന്ന് അത്യന്തം വലിയ വൈരാഗ്യത്തോടെ കഴിയുന്നില്ലേ? കുടുംബങ്ങൾ തകരുകയല്ലേ? നാടുകൾ മുടിയുകയല്ലേ? അനേകം ജീവിതങ്ങൾ നശിക്കുകയല്ലേ? സമാധാനം പോവുകയല്ലേ? സകലത്തിൻ്റെയും കാരണം പാപമാണ്. ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് വന്നു. എന്നാൽ സ്നേഹവാനായ ദൈവം അന്ന് അവിടുന്ന് കൃപയാൽ ഒരു വാക്യം കൽപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നാം അത് കാണും. ഞാൻ നിനക്കും സ്ത്രീക്കും
നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും. പാമ്പിൻ്റെ തല തകർക്കുന്ന സ്ത്രീയുടെ സന്തതിയെക്കുറിച്ച് ദൈവം അവിടെ ഒരു വാഗ്ദാനം തന്നു. ഏതാണ് സ്ത്രീയുടെ സന്തതി? എല്ലാവരും പുരുഷൻ്റെ സന്തതിയാണ്, എല്ലാവരും പുരുഷൻ്റെ മക്കളാണ്. അതെ, എന്നാൽ സ്ത്രീയുടെ സന്തതിയായി ഒരാൾ മാത്രമേ ഭൂമിയിൽ പിറന്നിട്ടുള്ളൂ, ഒരേ ഒരാൾ മാത്രം. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. പുരുഷ സ്പർശം കൂടാതെ കന്യഗർഭിണിയായൊരു മകനെ പ്രസവിച്ചു. അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ പ്രവചിച്ച കർത്താവായ യേശുവിൻ്റെ തിരുജനനം, ആ തിരുപ്പിറവി, സ്ത്രീയുടെ സന്തതിയായി ജനിച്ച ക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ തിരുവവതാരത്തെ ഇന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. സ്ത്രീയുടെ സന്തതിയായി ക്രിസ്തു ജനിച്ചു. സ്ത്രീയുടെ സന്തതിയായി പിറക്കുന്നവൻ പാമ്പിൻ്റെ തല തകർക്കും. ഈ സാത്താൻ്റെ ചെയ്തികളെ തകർക്കാൻ കർത്താവായ യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ. എൻ്റെ മാന്യ സഹോദരങ്ങളെ, നിങ്ങൾ വിശ്വസിക്കൂ. പാപം നിങ്ങളെ കണ്ടെത്തുന്നതിന് മുൻപ് ഈ സ്ത്രീയുടെ സന്തതിയായ ക്രിസ്തുവിനെ നിങ്ങൾ വിളിക്കുമെങ്കിൽ അവൻ നിങ്ങളുടെ രക്ഷയ്ക്കായി ഓടി വരും. നിങ്ങൾ പാപത്തെ ഓർത്ത് കരയുമെങ്കിൽ അവൻ ഇതാ പാഞ്ഞു വരും. യെശയ്യാവ് കരഞ്ഞു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞ് യെശയ്യാവ് കുറ്റബോധത്തോടെ കരഞ്ഞു. അപ്പോൾ ഇതാ ഒരു മാലാഖ കൊടിൽ കൊണ്ട് ഒരു തീക്കനൽ സ്വർഗത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പറന്നു വന്ന് യെശയ്യാവിൻ്റെ അധരത്തെ തൊട്ടു. പാപബോധത്തോടെ കരയുന്ന പാവപ്പെട്ട ദൈവവൈതലിൻ്റെ അധരത്തെ തൊടുവാൻ സ്വർഗത്തിന് തീക്കനൽ ഇറങ്ങി വന്നു. അതത്രേ സ്വർഗത്തിന് തീക്കനലായ കർത്താവായ യേശു. ഈ വാക്കുകളെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് ആഗ്രഹിക്കുമോ? കർത്താവേ, പാപം എന്നെ പിടികൂടി നശിപ്പിക്കുന്നതിന് മുൻപ്, പാപം എന്നെ ബന്ധിച്ച് നരകത്തിലേക്ക് തള്ളുന്നതിന് മുൻപ്, നരകത്തിൻ്റെ ഭീകരമായ യാതനയിലേക്കും നിത്യദണ്ഡനത്തിലേക്കും ഞാൻ പോകുന്നതിന് മുൻപ്, എൻ്റെ നാഥ, സ്വർഗത്തിന് തീക്കനലായ യേശുവേ, നീ ഒന്ന് പറന്നു വരണമേ. സ്വർഗത്തിന് തീക്കനൽ എൻ്റെ അശുദ്ധി പറ്റിയ അവയവങ്ങളിൽ നിന്ന് തൊടുവിക്കണമേ. എൻ്റെ അശുദ്ധി പറ്റിയ അധരങ്ങളിൽ, അശുദ്ധി പറ്റിയ നാവിൽ, മദ്യം പകർന്ന വായിൽ, കർത്താവേ, അഴുക്ക് പുരണ്ട ചുണ്ടിൽ, കരുണയുള്ള ദൈവമേ, അശുദ്ധമായ കൈകളിൽ, അഴുക്കാണ്ട കാലുകളിൽ, അഴുക്ക് നിറഞ്ഞ ഹൃദയത്തിൽ, അശുദ്ധ ചിന്തകൾ നിറഞ്ഞ തലച്ചോറിൽ, നാഥ, എൻ്റെ ബുദ്ധിയെ, എൻ്റെ ഹൃദയത്തെ എല്ലാം തഴുകുമാറ് സ്വർഗത്തിന് തീക്കനൽ ഇപ്പോൾ എൻ്റെ മേലൊന്ന് തൊടുവിക്കണമേ. സ്വർഗീയ തീക്കനലായ യേശുവേ, നീ പറന്നു വരണമേ, എൻ്റെ മേലൊന്ന് തൊടണമേ. പാപം എന്നെ കണ്ടെത്തുന്നതിന് മുൻപ് ഞാനിതാ എൻ്റെ പാപത്തെ കണ്ടെത്തുന്നു. എൻ്റെ അധരങ്ങളിൽ പാപമുണ്ട് എന്ന് യെശയ്യാവ് കണ്ടതുപോലെ എൻ്റെ ഇന്നിന്ന ഭാഗങ്ങളിൽ പാപമുണ്ട് എന്ന് ഞാനിതാ കണ്ടെത്തി ഞാൻ ഏറ്റുപറയുന്നു. എൻ്റെ പാപക്കറകൾ കഴുകണമേ, പാപമാലിന്യങ്ങൾ നീക്കണമേ, അശുദ്ധി എന്നിൽ നിന്ന് നിശേഷം മാറ്റി തരണമേ. എന്നെ വെടിപ്പാക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ നിന്റെ കൃപയുടെ വരം വയ്ക്കണമേ, എന്നെ കഴുകി വെടിപ്പാക്കണമേ, തിരുരക്തത്തിന്റെ മുദ്ര എനിക്ക് തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനേ, കാരുണ്യവാനേ, ജീവനുള്ള ദൈവമേ, അവിടുത്തെ കരം ഞങ്ങളുടെ മേൽ വെക്കണമേ. സ്വർഗീയ തീക്കനൽ നിങ്ങളെ തൊടുവിക്കണമേ. ഇന്ന് ഞങ്ങളുടെ അശുദ്ധി പറ്റിയ അവയവങ്ങളിൽ നിന്റെ വിശുദ്ധി പകരണമേ. എൻ്റെ നാഥ, പുതിയൊരു ജീവിതം നയിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരും ഇതാ തീരുമാനിക്കുന്നു. അവിടുത്തെ കൃപ ഞങ്ങളെ പൊതിയണമേ. അവിടുത്തെ ജയമുള്ള സ്ലീബ ഞങ്ങളെ നയിക്കണമേ. അവിടുത്തെ ക്രൂസിലെ രക്തം ഞങ്ങളെ പൊതിയണമേ. കൃപയിൽ ഞങ്ങളെ പരിപാലിക്കണമേ. മഹത്വം രാജാധിരാജന് മാത്രം എടുക്കണമേ. മഹത്വം മറുക്കപ്പെട്ട കുഞ്ഞാടിന് മാത്രം. യേശുവിൻ നാമത്തിൽ തന്നെ, ആമീൻ.